ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുസ്തകം ഒരു ക്ലാസിക് പുസ്തകമാണ്. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ ബൈ ഏണസ്റ്റ് ഹെമിംഗ്വേ. ഈ പുസ്തകം നൊബേൽ പുരസ്കാരം നേടിയ പുസ്തകമാണ്. നല്ല നിലവാരമുള്ള പുസ്തകമാണ്. നല്ല ഡിസ്ക്രിപ്റ്റീവായ കഥയാണ്. ഒരു മുക്കുവിൻ്റെ കഥയാണ്. ആ മുക്കുവിൻ്റെ പേര് സാന്റിയാഗോ എന്നായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 84 ദിവസമായി 84 ഡേയ്സായി ഫിഷ് ക്യാച്ച് ചെയ്യാതെ, മീൻ പിടിക്കാൻ പറ്റാതെ അയാൾ തോണി തുഴഞ്ഞു പോകും. പക്ഷേ മീൻ കിട്ടുന്നില്ല. ആ അവസ്ഥയിൽ ആയിരുന്നു അയാൾ. അങ്ങനെ അയാളുടെ കൂടെ ഒരാൺകുട്ടിയുണ്ട്, ഒരു ബോയ് ഉണ്ട്. ഇയാളുടെ കൂടെ നിൽക്കും. അയാൾ ഇത് 84 ദിവസമായിട്ട് മീൻ കിട്ടാത്തത് കൊണ്ട് ഇയാളെ വിട്ട് വേറൊരാളുടെ ബോട്ടിലേക്ക് പോയിക്കോളാൻ അവൻ്റെ മാതാപിതാക്കൾ ഉപദേശിച്ച പ്രകാരം അയാൾ പോയി. ഇയാളുടെ ബോഡി ഫീച്ചേഴ്സൊക്കെ വളരെ ഓൾഡായിരുന്നു. ഓൾഡ് മാൻ എന്നാണ് വിളിക്കുന്നത്. നീല കണ്ണുകൾ ഒഴികെ നല്ല നീല കണ്ണുകളുണ്ടായിരുന്നു ഇയാൾക്ക്. അങ്ങനെ ഈ ബോയ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി നമുക്ക് മുകളിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ വീട്ടിൽ മുകളിൽ ടെറസിൽ പോയി അവർ ബിയർ കഴിച്ച് സംസാരിക്കുന്നു. മറ്റ് മുക്കുവന്മാരുടെ രീതികളെ പറ്റിയും കാറ്റിനെ പറ്റിയൊക്കെ അവർ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച് പിന്നെ ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബോയ് പോയി മീനിൻ്റെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഊണ് നൽകി. അങ്ങനെ അന്ന് രാത്രി അവർ ഉറങ്ങി സുഖമായി. പിറ്റേ ദിവസം രാവിലെ ഇയാൾ ആഴക്കടലിൽ പോവുകയാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഇയാൾ സുഖമായി ഉറങ്ങി. ഇയാൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ആഫ്രിക്കയിലെ ബീച്ചും ആ ബീച്ചിൽ വലിയ സിംഹം ബീച്ചിൽ നിൽക്കുന്ന അതാണ് സ്വപ്നം കണ്ടത്. നല്ല ശകുനം, നല്ല സ്വപ്നമാണ്. നല്ല വീര്യമുള്ള ജീവിതം വരും എന്നാണ് സ്വപ്നത്തിൻ്റെ അർത്ഥം. അങ്ങനെ അയാൾ കിടന്നുറങ്ങി. രാവിലെ മണ്ണിൻ്റെ മണം, മണലിൻ്റെ മണം അടിച്ച് അയാൾ ഉണർന്നു. കാറ്റ് അടിച്ചിട്ട് അയാൾ ഉണർന്നു. ഈ ബോയിയെ എഴുന്നേൽപ്പിച്ചു. അവർ കടലിലേക്ക് പോകാൻ, ഇയാൾ ഒറ്റയ്ക്കാണ് കടലിലേക്ക് പോകുന്നു. ബോയ് വരുന്നില്ല. അങ്ങനെ ഇയാളൊക്കെ റെഡിയായി കാപ്പിയൊക്കെ കഴിച്ചു. അയാൾ ഇറങ്ങി. ബോട്ട് വെള്ളത്തിലേക്ക് ഉന്തി നീങ്ങി. കൂടെ വേറെ ബോട്ടുകളുണ്ട്. അവരൊക്കെ പല വഴിക്ക് അങ്ങനെ ചെതറി മുന്നോട്ട് പോയി. അവർ മീൻ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് അവർ ബോട്ട് നിർത്തി കൊണ്ടുപോയിട്ട് ഈ ഓൾഡ് മാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചുഴികൾ പോലെ ഫോം ചെയ്ത വെള്ളത്തിൽ അതിലൂടെ പോയി. അവിടെ ചെറുമീനുകൾ ഒരുപാടുണ്ട്. അയാൾക്ക് അതൊന്നും പോരാ. അയാൾക്ക് വലിയ മീൻ തന്നെ വേണം. അയാൾ ഉൾക്കടലിൽ പോയി ബിഗ് ക്യാച്ച് ആണ് അയാൾ നോക്കുന്നത്. ഒരു ഫ്രൈയിങ് ഫിഷ് മുകളിലേക്ക് തുള്ളിച്ചാടി പോയി. അതൊന്നും ചെറിയ പക്ഷികൾക്ക് കൊത്താൻ കിട്ടില്ല. ചെറിയ പക്ഷികൾ വേറെ ചെറിയ മീനുകളെ കൊത്തി കൊണ്ടുപോവുകയാണ്. കടലിനെ പറ്റി അയാൾക്ക് നല്ല ധാരണയായിരുന്നു. ഒരു നല്ല ഐശ്വര്യം നൽകുന്ന സ്ത്രീയെ പോലെ നന്നായി കണ്ടിരുന്ന ഒരു കടലിലെ ഓളങ്ങൾക്കനുസരിച്ച് അദ്ദേഹം തുഴഞ്ഞ് മുന്നേറുക ചെയ്യുന്നത്. ഈ ചുഴിക്കടലിൽ നിന്ന് അദ്ദേഹം മീൻ എടുത്തില്ല. അദ്ദേഹം ഉള്ളിൽ പോയി മീൻ പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇതിൽ ടെക്നിക്കാലിറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചൂണ്ടയുടെ നീളവും ആഴവും ചൂണ്ടയിടുന്ന രീതിയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സൂര്യോദയം സമയമായി. മറ്റു മുക്കുവരൊക്കെ കരയോടെ എടുത്തിരുന്നു. രാവിലെ ഏർലി മോർണിംഗ് പുറപ്പെട്ട് ചന്ദ്രോദയം എന്ന് പറയാറില്ലേ, ചന്ദ്രനുദിച്ച് പൊന്തി വന്ന് രാത്രിയാണ് ചന്ദ്രോദയം. ഇപ്പുറത്തുള്ള മലയുടെ ഓപ്പോസിറ്റ് ദിശയിൽ മലയുടെ അടുത്ത് നിൽക്കുന്ന ആ സമയം ഏർലി മോർണിംഗിൽ. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് സൂര്യോദയ സമയമായി. സൂര്യൻ 2 മണിക്കൂർ തെളിഞ്ഞു നിന്ന് 3 പേര് മാത്രമേ ഉള്ളൂ കടലിൽ. ബാക്കി എല്ലാവരും തിരിച്ചു പോയിരിക്കുന്നു. അപ്പോഴാണ് മാൻ ഓഫ് ദ വാർ ബേർഡ്, പോർച്ചുഗീസ് മാൻ ഓഫ് ദ വാർ ബേർഡ് വന്ന് മുകളിൽ വട്ടമിടാൻ തുടങ്ങി. കടൽ പക്ഷി ആകാശത്ത് വട്ടമിട്ട് കളി. അതിൻ്റെ അർത്ഥം താഴെ അത് നോക്കുന്നിടത്ത് താഴെ മീൻകൂട്ടം ഉണ്ട് എന്നാണ്. അയാൾ അവിടെ പോയി ചൂണ്ടയിട്ടു. വെള്ളത്തിനടിയിൽ നിന്ന് ഒരു ഡോൾഫിൻ പൊങ്ങി വന്നു. വെള്ളത്തിനടിയിൽ നിന്ന് അയാളുടെ ബെയ്റ്റ് ചൂണ്ട അതിലേക്ക് ഇറക്കി ഒരുപാട് മീൻ കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. ഡോൾഫിനുകൾ കുറേ വെള്ളത്തിനടിയിലൂടെ നീന്തി പോകുന്നത് കണ്ടു. അപ്പോൾ അവിടെ ശകുനം കാണുന്നു. ഇയാൾ ആകാശത്തിലെ മേഘം ഒരു മല പോലെ തോന്നി. മേഘത്തിൻ്റെ ഷേപ്പ് മല പോലെ എന്ന് പറഞ്ഞാൽ അപ്ഹിൽ ടാസ്ക് എന്നാണ് ശകുനത്തിൻ്റെ നിർവചനം. അങ്ങനെ അയാൾ അത് കണക്കാക്കുന്നു. പിന്നെ കടലിലുള്ള ഒമൻ ഒക്കെ ഉണ്ട്. നല്ല ഒരുപാട് പായൽ, സ്വർണ്ണ നിറത്തിലുള്ള തിളങ്ങുന്ന ഫോസ്ഫറസൻസ് ഉള്ള പായൽ, ഇങ്ങനെ മിന്നി തിളങ്ങുന്ന പോലത്തെ പായൽ ഒക്കെ കാണുന്നുണ്ട്. ഇയാൾ തുടക്കത്തിൽ ഫോസ്ഫറസൻസ് ഉള്ള പായലൊക്കെ കാണുന്നുണ്ട്. പിന്നെ മാൻ ഓഫ് ദ ബേർഡ് സർക്കിൾ ചെയ്യുന്നതും ഒരു
ശകുനം തന്നെയാണല്ലോ. പിന്നെ കുറച്ചുകൂടി ഇദ്ദേഹം മുന്നോട്ട് പോയി. ഇദ്ദേഹം ഓളത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ചുകൂടി പോയപ്പം ഈ പോർച്ചുഗീസ് മെൻ ഓഫ് വാറിൻ്റെ പിന്നെ മുട്ടകൾ കണ്ടു. ജിലാറ്റിനസ് ബ്ലാഡർ എന്ന് തോന്നിക്കുന്ന മാതിരത്തെ മുട്ടകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടു. അത് ടെർട്ടിൽസ് മാത്രമേ, ആമ മാത്രമേ കഴിക്കാറുള്ളൂ, കാരണം അത് സ്ലൈറ്റ്ലി പോയിസണസ് ആണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ആകാശത്തിൽ പക്ഷി പിന്നെയും വന്ന് വട്ടവട്ടം പറക്കാൻ തുടങ്ങി. മുമ്പിലെവിടെയോ പിന്നെ മീനുകളുണ്ട് എന്നർത്ഥം. അദ്ദേഹം അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ചൂണ്ട അവിടെ എറിഞ്ഞു. അപ്പോൾ ചൂണ്ടയുടെ അറ്റത്ത് ഒരു ടൈറ്റ് പുല്ല് വന്നു. ടൈറ്റ് പുല്ല് ഇത് ട്യൂണ ഫിഷാണ്. ചെറിയ ട്യൂണ ഫിഷ് നല്ല ശക്തിയിൽ പുള്ളി ചെയ്തത്. അദ്ദേഹം അത് വലിച്ചു, വെയിറ്റ് കുടുങ്ങി വലിച്ചു മുകളിലേക്ക് ഒരു അടി കൊടുത്തു. കയ്യിലുള്ള ആയുധം കൊണ്ട് അത് ചത്തു. അതിനെ ബോട്ടിലേക്ക് ഇട്ടു. അത് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ചൂണ്ടയിൽ കൊളുത്താനും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചു. അത് കഴിഞ്ഞ് അയാൾ പതിവില്ലാതെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. സാധാരണ ബോയ് ഉണ്ടാവും കൂടെ, അങ്ങനെയാ സംസാരം കുറവാണ് ഉൾക്കടൽ. അവർ ധ്യാനാവസ്ഥയിൽ അങ്ങനെ ഇരിക്കുക ശ്രദ്ധിച്ചുകൊണ്ട്. പക്ഷേ ഇയാൾ സംസാരിച്ചു, പതിവില്ലാതെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ വെയിൽ കൂടി വന്നു. ഇയാൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഒഴുകി നീലമലകൾ ദൂരെ കാണാൻ തുടങ്ങി. നീലമലകൾ. അപ്പോൾ താഴെ കടലിൽ ഏതോ ഒരു വലിയ ഫിഷ് ബോട്ടിൽ കുടുങ്ങി അതിൻ്റെ കേബിള് പുള്ളി ചെയ്തു. അയാൾ കേബിൾ റിലീസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ മീന് വലിയൊരു മീന് കുടുങ്ങിയതാണ് ബെയ്റ്റിൽ പെട്ടെന്ന് വന്നിട്ട്. ഈ മീന് ഇയാളെ 4 മണിക്കൂർ 4 hours ഇയാളെ ഉൾക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ബോട്ട് വലിച്ചു കൊണ്ടുപോയി നോർത്ത് വെസ്റ്റ് ദിശയിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് മൂത്രം ഒഴിക്കണം തോന്നി. അയാൾ മൂത്രമൊക്കെ ഒഴിച്ചു. പിന്നെ അയാൾ കുറച്ച് ബേസ്ബോളിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. അയാൾ ബേസ്ബോളിനെ പറ്റി ബോയ് ഡിസ്കഷൻ നടത്താറുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നോക്കി. അതേസമയം ഈ വലി തുടർന്നു. ഇത് ഇങ്ങനെ പുള്ളി ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ പെർപോയ്സ് എന്ന് പറഞ്ഞ ഫിഷസ് 2 ഇണകൾ വന്നു. അത് നല്ല ശകുനമായി അദ്ദേഹം കാണുന്നു. നമ്മളെ കാര്യം നടക്കുന്നുള്ള പോലെ അദ്ദേഹത്തിന് തോന്നുന്നു. അയാൾ ആ വലിയ മീനിനെ ചൊല്ലി അത്ഭുതമായി. പിന്നെ ഒരു മാർലിൻ എന്ന ഫിഷിനെ പറ്റി അയാൾ ആലോചിച്ചു. പണ്ട് 2 ഇണമീനുകൾ താനും ബോയും കൂടി ഫിഷ് ചെയ്യുമ്പം ആ 2 ഇണകളായ മീനുകൾ വന്നതും അതിൽ ഫീമെയിലിനെ ഇവർ ചുണ്ടയിൽ കോർത്തി വെച്ചതും അത് ബോട്ടിലേക്ക് ഇട്ടതും മറ്റേ മെയില് പൊന്തി ഉയർന്ന് ആ ഫീമെയിൽ ഫിഷ് മരിക്കാറായി അവസാനമായി നോക്കിയതും കണ്ടപ്പോൾ അവർക്ക് സങ്കടം വന്നു. ആ പയ്യനും വളരെ സങ്കടം വന്നു. അത് അയാൾ ഓർത്തതാണ്. അപ്പോൾ അയാളുടെ 2 കോയിലും ഇത് 3 വയറുണ്ട്. പെൻസിലിൻ്റെ തിക്നെസ്സുള്ള തടിച്ച വയറാണ്. അതിൽ അറ്റത്താണ് ബെയ്റ്റ്. അത് താഴേക്ക് കടലിലേക്ക് ഇറക്കുക ചെയ്യുന്നത്. അപ്പോൾ 2 കോയിൽ 3 കോയിൽ കിടക്കുന്നത് കൂടാതെ റിസർവ് വേറെയുണ്ട്. 3ഉം കണക്റ്റഡാണ്. ഒന്ന് കഴിഞ്ഞ് 2ഉം ടൈറ്റായി വലിക്കാൻ തുടങ്ങി. 3ാമത്തേത് ഇറക്കി. അപ്പോൾ അതിനിടയ്ക്ക് ഇയാൾ മുന്നോട്ട് ആഞ്ഞു പോയി. ഇയാളെ കണ്ണിന് താഴെ ഇടിച്ച് ഇയാൾക്ക് ചെറിയ ഇഞ്ചുറി പറ്റി. പക്ഷെ അയാൾ വിട്ടില്ല. അയാൾ മാറ്റി പിടിച്ച് തുടർന്നു. പിന്നെ ഈ ഫിഷ് ഇയാളെ ഈ നോർത്ത് ഡയറക്ഷനിൽ വലിക്കാൻ തുടങ്ങി. ഈ കാറ്റിൻ്റെ ഗതി ഈസ്റ്റിലേക്കാണ്. അപ്പോൾ ഈസ്റ്റിലേക്കാണ് മീൻ വലിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഓളങ്ങൾക്കനുസരിച്ച് പതുക്കെ വലിക്കുന്നതാണ്. മീൻ കുറച്ച് തളർന്നു എന്നർത്ഥം. നോർത്തിലേക്കാണ് വലിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം മീൻ തളർന്നിട്ടില്ല എന്നാണ് അർത്ഥം. പിന്നെ ഫിഷിംഗ് ലൈൻ്റെ സ്ലാൻഡ് കുറച്ച് പൊങ്ങാൻ തുടങ്ങി. അതിനർത്ഥം മീൻ മുകളിലേക്ക് പൊന്തി വരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇയാൾ ഇതിനെ വായുവിലേക്ക് ചാടിക്കാൻ നോക്കി. കാരണം എന്താ അറിയോ, വായുവിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്ത് പിന്നെ എയർ നിറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ ഈ വായു നിറഞ്ഞാൽ അത് ബോയൻസി വരും. അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ അധികം ആഴത്തിലേക്ക് അതിന് പോകാൻ പറ്റില്ല അവസ്ഥ. അതുകൊണ്ട് അയാൾ മുകളിലേക്ക് വരാൻ നോക്കി. അപ്പോഴൊരു ശകുനം കണ്ടു. ഒരു ചെറിയ പക്ഷി ഒരു തളർന്ന പോലെ വന്ന് അദ്ദേഹത്തിൻ്റെ ബോട്ടിൻ്റെ സ്റ്റേണിൻ്റെ മുകളിൽ നിന്ന് പിന്നെ ഇയാളെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടം ചുറ്റി ആ അയാൾ പിടിക്കുന്ന കേബിൾ ലൈൻ്റെ മുകളിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴാണ് മീനിൻ്റെ ഒരു പുല്ല് വന്നു. പക്ഷി പറന്നുപോയി. അപ്പം മത്സ്യം പിടിമുറുക്കി. പിന്നെ അയാളെ കൈക്ക് ചെറിയ മുറി പറ്റി. ഇത് പെട്ടെന്ന് ഇതായപ്പം അയാൾ കടൽ വെള്ളത്തിൽ മുക്കി കൈ ഉണക്കാൻ ശ്രമിച്ചു. അപ്പം അതിന് ചെറിയൊരു സ്റ്റിഫ്നെസ് വന്നു. കൈക്കൊരു എന്താ പറയുക, കൈക്ക് ഒരു ഇത് വന്നു. ക്രാമ്പ് എന്നാണ് പറയുക. ക്രാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറച്ച റിഗോർ മോർട്ടിസ് എന്ന് പറയുന്ന മാതിരി കൈ സ്റ്റിഫായി പോയിരുന്നു. അത് നേരെയാക്കാൻ വേണ്ടി ഇയാൾ ഒരു ട്യൂണ ഫിഷിനെ മുറിച്ച് കഴിച്ചു. ട്യൂണ ഫിഷ് അവിടെ അയാൾ കൊന്നു വെച്ച് അയാൾ തന്നെ ഒരു കത്തി കൊണ്ട് 6 പീസാക്കി. അയാൾ പച്ച മത്സ്യം കഴിച്ചു. കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ ലൈന് ഇടത്ത് ഷോൾഡറിലേക്ക് മാറ്റി. പിന്നെ കാലിൽ ഒക്കെ കുലുക്കി വെച്ച് അയാൾ മീനൊക്കെ കഴിച്ചു. മീന് താണ് പൊങ്ങി കാണാൻ തുടങ്ങി. പിന്നെ
അയാൾക്ക് അത്ഭുതമായി, മീൻ പുറത്തേക്ക് കാണാൻ തുടങ്ങി. പിന്നെയും തുടർന്നു. പിറ്റേന്ന് രാവിലെ വരെ ഇയാളത് കണ്ടിന്യൂ ചെയ്തപ്പോഴേക്കും അയാളെ കയ്യിൻ്റെ അസുഖം മാറിയിട്ട് വേണം ആ ഫിഷൊക്കെ കഴിച്ച്. അയാൾ അതിനിടയിൽ അയാൾ ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷേ അയാൾക്ക് എന്തോ പ്രാർത്ഥിക്കണം തോന്നി. അയാൾ ജീസസ് ക്രൈസ്റ്റിനോടും മദർ മേരിയോടൊക്കെ പ്രാർത്ഥിച്ചു, ഈ മീനിനെ പിടിക്കാൻ സഹായിക്കണേ, ഞാൻ എന്താ നേരാന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾ ഒരു മുഴുവൻ ഡേയും ഒരിക്കൽ അയാൾ ഒരു മുഴുവൻ ഡേയും ഒരു ഹാൻഡ് റെസ്ലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു നീഗ്രോ യോദ്ധാവുമായിട്ട് ഹാൻഡ് റെസ്ലിംഗ് അയാൾ കൈ പിടിച്ച് അതേപോലെ പിടിച്ച് ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ അവസാനം തോൽപ്പിച്ചത്. അപ്പോൾ അയാളുടെ കൈയിൻ്റെ ശക്തിയാണ് അതിൽ കാണിച്ചത്. തലമുകളിലൂടെ അപ്പോൾ എയറോപ്ലെയിൻ പറന്നു പോകുന്നത് കണ്ടു. ഇയാളെ അന്വേഷിച്ച് വരുന്നതാണ് കോസ്റ്റൽ ഗാർഡും എയറോപ്ലെയിനും. ഇയാൾ കുറേ ദിവസങ്ങളായി കാണാനില്ലാത്തതുകൊണ്ട്. അപ്പം അത് പിന്നീട് ഇവർ പറയുന്നുണ്ട്, ഇയാൾ തിരിച്ചു പോകുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ എയറോപ്ലെയിൻ ഇയാളെ നോക്കിയിട്ട് കാണുന്നില്ല, കാരണം ചെറിയ ബോട്ടാണ്, പോകുന്നത് നോക്കിയിട്ട് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അയാൾ പണ്ടത്തെ ടർട്ടിൽ ബോട്ടിൽ അയാൾ സഞ്ചരിച്ചത് അയാൾ ഓർക്കാനിടയായി. താഴെ ഡോൾഫിനുകളൊക്കെ കണ്ടിരുന്നു എന്ന് അയാൾ ഓർത്തു വെച്ചു. അതിനിടയിൽ ഇതിൽ ചൂണ്ടയിൽ ഡോൾഫിൻ കുടുങ്ങി. ഇതിനെ അയാൾ കരസ്ഥമാക്കി ഭക്ഷിക്കാൻ എടുക്കാന്നുള്ള രീതിയിൽ ഭക്ഷണം കിട്ടി. രാത്രിയായപ്പം ഇയാൾ മുകളിൽ റിഗൽ സ്റ്റാറിനെ കണ്ടു. റിഗൽ സ്റ്റാറിനെ കണ്ടാൽ ശകുനം എന്താണെന്ന് വെച്ചാൽ ദൂരെയുള്ള കൂട്ടുകാരുമായി ഒത്തുചേരുന്നതാണ്, തിരിച്ചു പോകുന്നുള്ളതിൻ്റെ ശകുനം. അവർക്ക് അതിൽ വിശ്വാസമുണ്ട്. ഇങ്ങനെ കപ്പലിൽ പോകുന്ന ആളുകൾക്ക് നക്ഷത്രങ്ങളുടെ ശാസ്ത്രം അറിയാം, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. അതിനിടയിൽ ഇയാൾ ഉറങ്ങിയിട്ടില്ല കുറച്ച് ദിവസം, 2 ദിവസമായിട്ട്. അയാൾ ഒരു 25 മിനിറ്റ് ഉറങ്ങാം, ഒരു അരമണിക്കൂർ ഉറങ്ങാമെന്ന് വിചാരിച്ചു. മീൻ കഴിച്ചിട്ട് അയാൾ പതുക്കെ റെസ്റ്റ് ചെയ്തു. കുറച്ച് ഒരു 25 മിനിറ്റ് ഉറങ്ങി. പെട്ടെന്നൊരു പുല്ല് വന്നു, അയാൾ ഉണർന്നു, മീൻ വലിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ മീൻ ഉയരത്തിൽ ചാടാൻ തുടങ്ങി വെള്ളത്തുനിന്ന്. അങ്ങനെ 15 പ്രാവശ്യം ചാടി. അപ്പം ഇയാൾക്ക് ഉറപ്പായി, കാരണം ഈ മീനിൻ്റെ ശരീരത്തിൽ മുഴുവൻ വായു നിറഞ്ഞിട്ടുണ്ടാവും. ഇനി അത് ബോയൻസി പോലെ ഒഴുകി നിൽക്കും, അധികം ഉള്ളിലേക്ക് മീനിന് പോകാൻ പറ്റില്ല, കടലിൻ്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ഇനി പിടിക്കാനുള്ള സമയമായി എന്ന് അദ്ദേഹം മനസ്സിൽ കണക്കാക്കി വെച്ചു. അപ്പം അയാൾ പിന്നെ കുറച്ച് ഫ്ലൈയിങ് ഫിഷ് മീറ്റൊക്കെ കഴിച്ചു. മൂന്നാമത്തെ സൂര്യോദയം 3 ദിവസമായി കടലിൽ. അപ്പോൾ ഇത് വട്ടം ചുറ്റാൻ തുടങ്ങി. അങ്ങനെയാണിത്. പിന്നെ അത് കഴിഞ്ഞാൽ പുറത്ത് ബോയൻസി വന്ന് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇത് ബോട്ടിന് ചുറ്റും വട്ടം ചുറ്റാൻ തുടങ്ങി. കുറേ പ്രാവശ്യം വട്ടം ചുറ്റി വന്ന് അപ്പോൾ അതിനെ വലിച്ച് പിടിക്കാമെന്ന് അയാൾ കണക്കാക്കി. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മീൻ വിടുന്നില്ല. പിന്നെയും അടുത്തേക്ക് വരാതെ വട്ടം ചുറ്റുന്നു. അപ്പം 2 ചുറ്റിൽ കഴിഞ്ഞ് വയറ് പുള്ളി ചെയ്ത് അതിനെ സ്വന്തമാക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോഴാണ് അദ്ദേഹം ഇതിൻ്റെ മുഴുവൻ സൈസ് കണ്ട്. ഭയങ്കര വലുപ്പമുണ്ട്, 18 അടി വലുപ്പമുള്ള ഫിഷാണ്. ഇങ്ങനത്തെ ഒരു ഫിഷിനെ അദ്ദേഹം മുമ്പ് കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ തൊണ്ടയൊക്കെ വരണ്ട് വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ടയേർഡായി ഇയാളെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ മീനെടുത്ത് ചുറ്റി വരുമ്പോൾ വലിച്ച് അവസാനം ക്ലോസ് ആകുമ്പോൾ വലിച്ച് അതിൻ്റെ ഹാർട്ടിൽ ഹാർപ്പൂൺ എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലുള്ള ആയുധം കുത്തിയിറക്കി അതിനെ വധിക്കാമെന്നാണ് വിചാരിച്ചത്. അതുപോലെ അയാൾ ചെയ്തു. അതെടുത്ത് വന്നപ്പോൾ 2 പ്രാവശ്യം അതിൻ്റെ ഹാർട്ടിൽ ഹാർപ്പൂൺ കുത്തിയിറക്കി. ഒരു മൂർച്ചയുള്ള ആയുധം ഹാർപ്പൂൺ, അതിനെ കൊന്നു. ഇനി അതിൻ്റെ ഫിനിഷിങ് ജോബ് ചെയ്യാൻ തുടങ്ങി അയാൾ. അയാൾക്കറിയാം, അയാൾ മുക്കുവനാണല്ലോ. അയാൾ അതിനെ കെട്ടി, മീനിനെ ബോട്ടിൻ്റെ സൈഡിൽ തലയിലും വാലിലും കെട്ടി. പിന്നെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ട്രേഡ് വിൻഡ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഓളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അയാൾ തുഴഞ്ഞ് തിരിച്ചു പോവുകയാണ്. കുറച്ച് മീനൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്തു അയാൾ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ചോര ഒഴുകിക്കൊണ്ടിരിക്കും. വലിയ മീൻ അതിനെ കൊന്നതല്ലേ, കുത്തിയിട്ടായതും കൊണ്ട് ഒരുപാട് ചോര ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ആ ചോര മണത്ത് ഷാർക്കൊക്കെ ഇയാളെ ഇതിൻ്റെ ഇറച്ചി കടിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ആക്രമിക്കാൻ വരും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഷാർക്ക് ഹിറ്റ് ചെയ്തു. അയാൾ ചോര മണത്ത് വന്നതാണ്. അയാൾ അതിനെ ഹാർപ്പൂൺ കൊണ്ട് കുത്തി വധിച്ചു. താണ് കടലിലേക്ക് പോയി. പക്ഷേ അതിനോടൊപ്പം ഇയാൾ ഈ ഹാർപ്പൂണും റോപ്പും അതിൻ്റെ കൂടെ താണുപോയി. ഇയാൾക്ക് ആയുധം നഷ്ടപ്പെട്ടു. ഇനിയും ഷാർക്കുകൾ വരും. ഇയാളുടെ കയ്യിലുള്ള ആദ്യത്തെ ആയുധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നു. ഇതിനെ അയാൾ ഓരോന്നോരോന്നായി ഇതുകൊണ്ട് അയാളുടെ കയ്യിലൊരു സ്പെയ്ഡ് ഉണ്ട്, മറ്റേ ഒരു ആയുധമുണ്ട് അയാളുടെ കയ്യിൽ. 2ാമത്തെ ഷാർക്കിനെയും 3ാമത്തെ ഷാർക്കിനെയും ഒക്കെ അയാൾ അടിച്ചു കൊന്നു. ഇതുകൊണ്ട് അടിച്ചു കൊന്നു സ്പൈനൽ കോഡ്. പിന്നീട് അയാൾ ആ ആയുധം വീണുപോയി വെള്ളത്തിലേക്ക്. പിന്നെ അയാൾ പങ്കായത്തിൻ്റെ അറ്റത്ത് കത്തി കയറ്റി വെച്ച് ഉള്ളിലേക്ക്, അതിൻ്റെ ഹോളിലേക്ക് പിടിഭാഗത്ത്. എന്നിട്ട് അതുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ ഈ 2 ഷാർക്ക് വന്ന് കുറേ മുന്നോട്ട് പോയപ്പം ഇത് കടിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇറച്ചി ഭാഗം കടിക്കുന്നുണ്ട്. അങ്ങനെ
ഇതിൻ്റെ കാരണം ഇത്രയും വലിയ മത്സ്യത്തിനെ ആ ചെറിയ ബോട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പം പിന്നെ ഇയാൾ കത്തി കൊണ്ട് കുത്തി കുറേ എണ്ണത്തിന് വകവരുത്തി. രാത്രി കൂട്ടം കൂട്ടമായി വന്ന മീനുകൾ അതിനൊക്കെ ഇയാൾ അടിച്ചും കുത്തിയൊക്കെ വകവരുത്തി. ഇയാളെ ടില്ലറും ഒരു ക്ലബും സ്പേഡും ഒരു ഇതും ഉണ്ടായിരുന്നു കയ്യിൽ. അതിൽ ആയുധമൊക്കെ വീണുപോയി കയ്യിൽ നിന്ന്. ഇനിയിപ്പോൾ ബാക്കി ആയുധമൊന്നുമില്ല. കില്ലർ പോയപ്പം ടില്ലറും വീണുപോയി. ടില്ലറിൻ്റെ പൊട്ടിയ ഭാഗം തുഴയുടെ സ്ലോട്ടിൽ ഫിറ്റ് ചെയ്ത് തുഴയാൻ തുടങ്ങിയ അയാൾ സുഖമായി തുഴഞ്ഞു. അങ്ങനെ അപ്പോഴേക്ക് മീനിൻ്റെ 50% കൂടുതൽ ഇറച്ചി ഇത് കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എത്രയും വലിയ മീനിനെ കെട്ടിയിട്ട് ചെറിയ ബോട്ടിൽ. അതിൻ്റെ തലഭാഗവും പോയി. അതിൻ്റെ താഴേക്ക് കുറച്ച് ഭാഗം അതിൻ്റെ എല്ല് വിസിബിളാണ്. കുറച്ച് ഭാഗം അത് കഴിഞ്ഞ് കുറച്ച് ഭാഗം നല്ല ഇറച്ചിയുണ്ട്. 50%ഓളം ഇറച്ചിയൊക്കെ നഷ്ടപ്പെട്ടു. ഇറച്ചി 1500 പൗണ്ടോളം വലിയ മീനിന് നല്ല വില കിട്ടുന്ന ഇറച്ചി എന്ന് അയാൾ കണക്കാക്കി. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇയാൾ. അങ്ങനെ അയാൾ കടൽ തീരം ദൂരെ കുറേ തുഴഞ്ഞു. ഇയാൾ 1-2 ദിവസം കൊണ്ട് തിരിച്ച് എത്തി. രാത്രി തുഴഞ്ഞ് പതുക്കെ അങ്ങനെ തുഴഞ്ഞു. ഒരു കൈക്ക് മുറിയൊക്കെ ഉണ്ട്. തുഴഞ്ഞ് കുറേ എത്തിയപ്പോൾ ദൂരെ സിറ്റി കണ്ടു. വെളിച്ചം, സിറ്റി നിലത്ത് വെളിച്ചം പിന്നെ ഈ കടലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കണ്ടു. അയാൾക്ക് സന്തോഷമായി. അയാൾ കടൽ കരയ്ക്കടുപ്പിച്ചു. അയാൾ മീനിനെ ഒരു പാറയോട് കെട്ടിയിട്ടു. അയാൾ കയറി പാറ മുകളിലേക്ക് കയറി. അതിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് അതിലൂടെ ഒരു കാറൊക്കെ പോകുന്നതുകൊണ്ട് രാത്രി സമയം അയാൾ തൻ്റെ മുറി കയറി സുഖമായി ഉറങ്ങി. രാവിലെ ആയപ്പോൾ പയ്യൻ വന്ന് നോക്കുമ്പോൾ ഇയാളെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. പയ്യന് സങ്കടമൊക്കെ വന്നു. പയ്യൻ ഡോക്ടറെ ഒക്കെ അറിയിച്ചു. ഇയാൾക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. മുക്കുവരൊക്കെ കൂടി പുറത്ത് വലിയൊരു മത്സ്യം, ഇതുവരെ കാണാത്ത 18 അടി വീതിയുള്ള മത്സ്യം അദ്ദേഹം പിടിച്ചവർക്കൊക്കെ അഭിമാനം. അദ്ദേഹം എങ്ങനെ സാധിച്ചു എന്നൊക്കെ അത്ഭുതപ്പെടും. അദ്ദേഹം എവിടെ എന്ന് ചോദിക്കും. അദ്ദേഹം ഉറങ്ങാമെന്ന് പറഞ്ഞു. അദ്ദേഹം സുഖമായി ഉറങ്ങും. ഇയാൾക്ക് സന്തോഷമായി. ഇയാൾ ഉണർന്നു. അപ്പം പയ്യനോട് വർത്തമാനം പറഞ്ഞു. 2-3 ദിവസമായി ആരുമില്ല, വർത്തമാനം പറയാൻ ഒറ്റയ്ക്കായിരുന്നു. പയ്യനോട് സംസാരിച്ചു. സന്തോഷമായി. പിന്നെയും ഉറങ്ങിയപ്പോൾ അദ്ദേഹം പിന്നെയും സിംഹത്തിനെ സ്വപ്നം കണ്ടു. അങ്ങനെ ആ കഥ അവസാനിക്കുന്നത്. ഈ കഥയാണ് നോബൽ പ്രൈസ് കിട്ടിയ കഥ. ഇതിൽ ഒരുപാട് ശകുനങ്ങളൊക്കെ പറയുന്നുണ്ട്. ടോർട്ടോയ്സ് വന്നതും പിന്നെ ഇത് ടർട്ടിൽ വന്നതും പർപ്പോയ്സ് മത്സ്യങ്ങൾ വന്നതും ചെറിയ പക്ഷിയുടെ ശകുനം, പിന്നെ വൈൽഡ് ഡക്സ് വെള്ളത്തിൽ നീന്തുന്നതും ഒക്കെയാണ്. അതൊക്കെ ഫൈനൽ ശകുനങ്ങളാണ്. പിന്നെ റീഗൽ സ്റ്റാറിനെ കണ്ടത്, അങ്ങനത്തെ ശകുനങ്ങളൊക്കെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രിസം മാതിരി അങ്ങനെയൊക്കെ ശകുനങ്ങൾ ഒരുപാട് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ മനോഹരമായ കഥയാണ്. ഇതിനാണ് നോബൽ പ്രൈസ് കിട്ടിയ മനോഹരമായ കഥ. ഈ കഥ പലർക്കും ഇതിൻ്റെ റോയൽ ഇംഗ്ലീഷ് വായിച്ച് നേറ്റീവ് ഇംഗ്ലീഷ് പീപ്പിളിന് പോലും മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം അവരുടെ കുറച്ചും കൂടി ബുദ്ധി വെച്ചിട്ടുള്ള ഭാഷയാണ് ഇത്. പിന്നെ ഈ മീനിനെ മുഴുവനായി അസ്ഥികൂടം പോലെയാണ് തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയുന്നവരൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട് ഈ യൂട്യൂബിൽ. പക്ഷേ അങ്ങനെയല്ല. 50%ഓളം ഇറച്ചി അതിന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ റോയൽ ഭാഷയിൽ എഴുതിയ മനോഹരമായ കൃതിയാണ്. നന്ദി, നമസ്കാരം.